പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് യുകെയും കാനഡയും ഓസ്ട്രേലിയയും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയ രാജ്യങ്ങൾ. ദ്വിരാഷ്ട്ര പ്രഖ്യാപനം സമാധാനമുണ്ടാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഇസ്രയേലിനും പലസ്തീനും മികച്ച ഭാവി ഉണ്ടാകട്ടെ എന്നും സ്റ്റാമർ. ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്നും യുകെ. അഖില രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, അവിടെയുള്ള അശാന്തിക്ക് ഇതിലൂടെ ഒരു അയവുണ്ടാകുമോ? എന്താണ് ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, കാനഡയും ഓസ്ട്രേലിയയും യുകെയുമാണ് ഇപ്പോൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കോൺക്രീറ്റ് കൂമ്പാരമാക്കി തീർക്കുകയാണ് പലസ്തീൻ ഇസ്രയേൽ. ആ ഘട്ടത്തിൽ ആദ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ രാഷ്ട്രങ്ങളെല്ലാം. ഫ്രാൻസ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കുകയാണ് പലസ്തീൻ രാജ്യമായി. ഈ രാജ്യങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ഈ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കും, അതിന്റെ ഗുണഗണങ്ങളെല്ലാം പലസ്തീന് ലഭിക്കും എന്ന തരത്തിൽ നേരത്തെ തന്നെ ഈ രാഷ്ട്ര തലവന്മാരെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രഖ്യാപനം വരുന്നത് ഏറ്റവും കടുത്ത രീതിയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഘട്ടത്തിലാണ് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. 55 പേരാണ് ഇന്ന് മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിന്റെ മരണനിരക്ക് ഓരോ മണിക്കൂറിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും സ്ത്രീകളും എന്നില്ലാതെ എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഭരണകൂടം. ഇങ്ങനെ ഒരു രാഷ്ട്രം എന്ന സങ്കല്പം പോലും ഇല്ലാതെ, സ്വപ്നം പോലും ഇല്ലാതെ ആ ജനതയെ മാറ്റി തീർക്കണമെന്നാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ആ രാഷ്ട്രത്തെ ജനങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് അത് പോകുന്നത്. യുകെ സന്ദർശനത്തിനെത്തിയ ട്രംപ് അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ യുകെയിൽ നിന്ന് അങ്ങനൊരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. യുകെ പ്രഖ്യാപിക്കാൻ പോകുകയാണ് പലസ്തീനെ ഒരു രാഷ്ട്രമായി എന്നതായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ യുകെയും ആ പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഇസ്രയേൽ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ കൂട്ടക്കുരുതി ആവർത്തിക്കുകയാണെങ്കിൽ പലസ്തീനെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കും. അതൊരു തരുന്നൊരു മുന്നറിയിപ്പാണ് എന്ന് തന്നെ യുകെ ഭരണകൂടവും മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഹമാസിന് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ മാറുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും മാർഗങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ പലസ്തീന് ലഭിക്കുന്നു. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുകയാണ് യുകെയും കാനഡയും ഓസ്ട്രേലിയയും. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി. ആ വിവരങ്ങളാണ് അഖില രവീന്ദ്രൻ നൽകിയത്.